നാട്ടുരാജാവായി ജിൻഡോയും ജാസ്മിനും അധികാരമേറ്റെടുക്കുകയാണ്. ചില അടിപിടികളൊക്കെ നടക്കുന്നുണ്ട്. ജാസ്മിന്റെ കയ്യിൽ നിന്ന് തണ്ടൊക്കെ സിജോ പിടിച്ചു വാങ്ങുന്നുണ്ട്. അതിനൊക്കെ ഋഷിയും ജാസ്മിനും തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. വീണ്ടും പണപ്പെട്ടി വെക്കുമോ, ബിഗ് ബോസിന്റെ പ്ലാൻ ഒക്കെ സായി കുളമാക്കിയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പേ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നാട്ടുരാജാവ് ടാസ്ക് എന്റെ അമ്മോ, ഒരു കൂതറ ടാസ്ക് ആയിരുന്നു. ബോറടിച്ച് പണ്ടാരാണി. ഇതുപോലൊരു ടാസ്ക് ഈ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്നിട്ടില്ല. അത്രക്ക് കൊളാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസ്. എന്താണ് ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ രാജാവെ തെരഞ്ഞെടുക്കണം. അത് തെരഞ്ഞെടുത്തത് സായിയാണ്. ഒരു താക്കോലും ഒരു തണ്ടും കൊടുക്കും. ഒരു 5 നിയമങ്ങൾ പാസ്സാക്കണം ആ നാട്ടുരാജാവ്. അതിൽ സായി പാസ്സാക്കിയത്, ഒന്നാമതായിട്ട് ആരും സംസാരിക്കാൻ പാടില്ല. ആംഗ്യ ഭാഷയിൽ മാത്രമേ എല്ലാവരും സംസാരിക്കാൻ പാടുള്ളൂ. പിന്നൊന്ന്, ആരും ഇരിക്കാൻ പാടില്ല. ഒരു റൂമിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഞാൻ സമ്മതിക്കാതെ ആരും ഇരിക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് എനിക്ക് 2 ഭടന്മാരെ വേണം, അതേപോലെ രാജ്ഞിമാരെ വേണം എന്നൊക്കെ ബ്ലാ 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 ആയിരുന്നു. വളരെ ബോറിംഗ് ടാസ്ക് ആയിരുന്നു കേട്ടോ. അതേപോലെ ഈ രാജാവിന്റെ താക്കോൽ എടുത്തു കഴിഞ്ഞാൽ രാജാവിന് സംസാരിക്കാൻ പറ്റില്ല. തണ്ടെടുത്ത് കഴിഞ്ഞാൽ രാജാവിന് നടക്കാൻ പറ്റില്ല. താക്കോലും തണ്ടെടുത്ത് കഴിഞ്ഞാൽ രാജാവിന്റെ അധികാരം നഷ്ടമാകും. അത് അവരുടെ കയ്യിലുണ്ടാവുക. അവരായിരിക്കും അടുത്ത രാജാവ്. ഇതായിരുന്നു ടാസ്ക്. കുറെ കഴിഞ്ഞപ്പോൾ സായിക്ക് തന്നെ ബോർഡിച്ചിട്ട് നോറയോടും ജാസ്മിനോടൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, വേണമെങ്കിൽ താക്കോൽ എടുത്തോ, വേണമെങ്കിൽ തണ്ടെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ നോറ താക്കോൽ എടുത്തു. അത് പിടിച്ചു പറിക്കാനുള്ള സമയത്തിനുള്ളിൽ നോറ കുറെ കരഞ്ഞു. അവസാനം അഭിഷേക് ആ താക്കോല് കൈക്കലാക്കി. പിന്നീട് അഭിഷേകാണ് രാജാവിന് വേണ്ടി സംസാരിക്കേണ്ടത്. എല്ലാവരും കൂടി തണ്ട് സിജോ കൈക്കലാക്കി. എല്ലാവരും കൂടി രാജാവിനെ എടുത്ത് ജയിലിലേക്ക് അടച്ചു. പിന്നീട് സിജോ രാജാവായി. സിജോ കൊണ്ടുവന്ന നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറുകയും പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറുകയും ചെയ്യണം. അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചു. അതിനിടയ്ക്ക് CID രാംദാസ് വന്നിട്ട് പണപ്പെട്ടി വെക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. തൊട്ടാൽ എടുക്കണം, എടുത്താൽ പോണം എന്നാണ് CID രാംദാസ് പറഞ്ഞത്. പിന്നീട് ടാസ്ക് ഒക്കെ നിർത്തി ഇവര് പണപ്പെട്ടിയെ പറ്റിയുള്ള ചർച്ചയിലേക്ക് കടന്നു. അങ്ങനെ പണപ്പെട്ടി വെച്ചു. ആദ്യം വെച്ചത് 5 ലക്ഷം രൂപയായിരുന്നു. ആദ്യം വെച്ചതല്ല, ഒരിക്കൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. അഭിഷേക് ആണെങ്കിൽ ഋഷിയുടെ മൈൻഡ് മാക്സിമം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീ എങ്ങനെയെങ്കിലും എടുത്തോ എന്നുള്ള രീതിയിലാണ് അഭിഷേക് സംസാരിച്ചത്. പക്ഷെ ഋഷി ചെറുതായിട്ടൊന്ന് മടിച്ചു. വച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് സായി പണപ്പെട്ടി എടുക്കുകയും ചെയ്തു. സായി എടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലെ എല്ലാ കമ്മ്യൂണിറ്റി പോളിലും വന്ന് സായിയാണ് പണപ്പെട്ടി എടുക്കുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് ബിഗ് ബോസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കുറച്ചൊരു കോണ്ടന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം എടുത്താൽ മതിയായിരുന്നു. പണപ്പെട്ടി വെച്ചപ്പോൾ ബിഗ് ബോസ് കുറച്ച് കോണ്ടന്റ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ കോണ്ടന്റ് കിട്ടിയതുമില്ല. ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞ പോലെ പണപ്പെട്ടി വെച്ചതും ആപ്പിളും കടിച്ചു വന്ന് മാസമായിട്ട് എന്ന് സായി വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ കോമഡി ആയി പോയിട്ടത് സായി പെട്ടെന്ന് വന്നിട്ട് ആ പണപ്പെട്ടി എടുത്ത് ദേ പോയി. അങ്ങനെ പുറത്തേക്ക് പോയി സായി കളിച്ച ഗെയിമിനോട് വീട്ടിലുള്ളവർക്ക് പോലും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സിജോ പോലും അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇത്രയും പെട്ടെന്ന് എടുക്കണ്ടായിരുന്നു. കുറച്ചൊക്കെ ബാക്കിയുള്ളവരൊക്കെ മൈൻഡൊക്കെ അറിഞ്ഞതിന് ശേഷം എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെയാണ് സിജോ പറഞ്ഞത്. അതിനൊക്കെ ജാസ്മിൻ, എനിക്ക് വിഷമവും വരുന്നു ദേഷ്യവും വരുന്നു എന്നൊക്കെ പറയുമ്പോൾ സിജോ പറയുന്നുണ്ട്, പോയി നോറയുടെ കൂടെ കിടന്നിട്ട് വാ, അപ്പൊ എല്ലാം മാറിക്കോളും എന്ന്. അത് നല്ലൊരു തഗ് ഡയലോഗ് ആയിരുന്നു കേട്ടോ. പിന്നീട് ആ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുന്ന ടാസ്ക് ആയിരുന്നു. ഋഷി ആയിരുന്നു വന്നത്. ഋഷി മെയിൻ ആയിട്ട് പറഞ്ഞത് ഋഷിക്ക് ഓവർ തിങ്കിങ് ആണ്, അത് മാത്രം മാറ്റണമെന്നാണ്. പിന്നീട് അൻസിബയെ കുറിച്ച് പറഞ്ഞു. അൻസിബയുടെ റിലേഷനെ കുറിച്ചിട്ടും, ഒരു സിസ്റ്റർ, അമ്മ, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് അൻസിബയായിട്ടുമുള്ളത് എന്നൊക്കെയാണ് ഋഷി പറഞ്ഞത്. ഒരു ഓക്കെ സംസാരമായിരുന്നു. അധികം ഓവറായിട്ട് പറഞ്ഞ് ചളമാക്കിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഋഷി നിർത്തുകയാണ് ചെയ്തത്. ഓവർ തിങ്കിങ് മാത്രം പാടില്ല എന്നാണ് ഋഷിയുടെ മെയിൻ പ്ലാൻ. അടുത്ത ജാസ്മിന്റെ ഊഴമായിരുന്നു. ജാസ്മിൻ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജാസ്മിന് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ള കൃത്യമായുള്ള ബോധമുണ്ട്. പക്ഷേ അത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അംഗീകരിക്കാൻ ജാസ്മിൻ മടി കാണിക്കുന്നു. ഇതാണ് മെയിൻ റീസൺ. തെറ്റുകൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ തെറ്റുകൾ അംഗീകരിക്കാനുള്ള മനസ്സ് ജാസ്മിനില്ല. അഥവാ അംഗീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നെഗറ്റീവ് ആകുമോ എന്നുള്ള ചിന്ത ജാസ്മിന് വല്ലാതെ ഉണ്ട്. പുറത്ത് എന്ത് തന്നെ നടന്നാലും അതിനെ അതിജീവിക്കാൻ നീ റെഡിയായിരിക്കണം. ബിഗ് ബോസ് ഹൗസിൽ വരണമെന്നുള്ളത് നിന്റെ തീരുമാനമായിരുന്നു. നീ ഇവിടെയൊക്കെ ചെയ്തത് നിന്റെ മാത്രം തെറ്റുകളാണ്, നിന്റെ മാത്രം ശരികളുമാണ്. മറ്റുള്ളവർ പലതും പറയും. നിന്റെ ശരികളിൽ നീ ഉറച്ചു നിൽക്കുക. നിന്നെ മനസ്സിലാക്കുന്നവർ നിന്റെ ഒപ്പം ഉണ്ടാകും, അല്ലാത്തവർ നിന്നെ വിട്ടു പോകും. ആരില്ലെങ്കിലും അള്ളാഹ് കൂടെ ഉണ്ടാകും എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. അതേപോലെ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. നാട്ടുരാജാവ് ടാസ്ക് തന്നെയാണ്. ആദ്യം ജിൻഡോ രാജാവാകുന്നു, അതിനുശേഷം ജാസ്മിൻ രാജാവാകുന്നു. ജാസ്മിൻ രാജാവാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തണ്ട് സിജോ പിടിച്ചു വാങ്ങുന്നുണ്ട്. അതിനുശേഷം അർജുന്റെ കയ്യിൽ നിന്ന് ശ്രീതുവിന്റെ കയ്യിലേക്കും തണ്ടൊക്കെ മാറുന്നുണ്ട്. ചില ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ ചാൻസ് ഉള്ളത്. പക്ഷെ പ്രൊമോ കണ്ടിട്ട് നമ്മളൊന്ന് വിശ്വസിക്കാൻ പാടില്ല. പ്രൊമോയിൽ ഭയങ്കരമായിട്ട് കാണിക്കും
കാണിക്കുമ്പോൾ ചെയ്യും എപ്പിസോഡിൽ ഒന്നും ഉണ്ടാവില്ലതാണ്. അതേപോലെ വീണ്ടും മണി ബോക്സ് വെക്കുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. മണി ബോക്സ് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആ ടാസ്ക് പെട്ടെന്ന് തന്നെ അവസാനിച്ചതുകൊണ്ട് ബിഗ് ബോസ് വീണ്ടും വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.